എമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന് പറയുന്ന മെയിൻലി 2-3 അമീബ കൊണ്ടുണ്ടാവുന്നതാണ്. നെഗ്ലേറിയ അല്ലെങ്കിൽ എൻറ്റമീബ എന്ന് പറയുന്ന 2 ഓർഗാനിസം അല്ലെങ്കിൽ എമീബ കൊണ്ടുണ്ടാവുന്നതാണ്. കൂടുതലും കണ്ടാമിനേറ്റഡ് വാട്ടർ, അത് മൂക്കിക്കൂടെ അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റിയിൽ കൂടെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി, അത് നേസൽ ക്യാവിറ്റി ഈസ് വെരി ക്ലോസ് ടു ദി മെനിഞ്ചസ്. ഒരു പ്ലേറ്റ് മാത്രമേ ഉള്ളൂ, ക്രിപ്രിഫോം പ്ലേറ്റ് മാത്രമല്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെനിഞ്ചൈറ്റിസും അതിൻ്റെ ഭാഗമായിട്ട് എൻകഫലൈറ്റിസും ഉണ്ടാകും. അപ്പോൾ ഈ കുളിക്കുക, അപ്പോൾ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കുളിക്കുക, അല്ലെങ്കിൽ ചിലവർ ഈ മൂക്കിൽ കൂടെ വെള്ളം എടുത്തിട്ട് മൂക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അസുഖം പറഞ്ഞേക്കാം അല്ലെങ്കിൽ വന്നേക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇത് ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബ അങ്ങനെയാണോ ഇതിനെ പറയുന്നത്? ഈ മെനിഞ്ചോ എൻകഫലൈറ്റിസ്, അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിന് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് പറയുന്നത്. കാരണം അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മെനിഞ്ചോ എൻകഫലൈറ്റിസ് ആണ്. സാധാരണഗതിയിൽ സാധാരണ മരുന്നുകളെ കൊണ്ടൊന്നും നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഇസ് എ വെരി ഫേറ്റൽ കണ്ടീഷൻ.